ആ ദിവസം ഇന്നായിരുന്നു. അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചിട്ടുണ്ടായിരിക്കും? അല്ലെങ്കിലും എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. എന്നാലും ഒരു ബർത്ത്ഡേ ആയിട്ട് ഒരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ ബുദ്ധൂസ്. പരീക്ഷ തിരക്ക് കാരണം ഞാൻ എല്ലാം മറന്നുപോയി. എന്തു മണ്ടനാ ഞാൻ. ഓർക്കേണ്ടതായിരുന്നു. ലോകത്തിലെ എല്ലാ കാവുമാർക്കും ഞാനൊരു അപമാനമായല്ലോ ഈശ്വരോ. ഇനിയിപ്പോൾ എന്തു ചെയ്യും? സമയം 7 മണിയായതല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, ഇനിയും ആലോചിക്കാൻ സമയമുണ്ട്. ഇത്തവണ അവളെ ഞെട്ടിച്ചിട്ട് എന്നെ കാക്കി കാര്യം. അവൻ ഇങ്ങോട്ട് വിളിക്കാതെ ഞാൻ ഇനി അവനെ വിളിക്കുന്ന പ്രശ്നമില്ല. മിസ് കോളോ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയാ, സംസാരിച്ച് തുടങ്ങാനാ പാട്. സംസാരിച്ച് തുടങ്ങിയാലോ തുടർന്നുകൊണ്ടേയിരിക്കും. വിവേകിനൊന്ന് വിളിച്ചു നോക്കാം. അപ്പ അവൻ ഉറക്കുവാണെന്ന് സാരം. അപ്പോൾ ശ്യാമിനെ ഒന്ന് വിളിക്കാം. ഹലോടാ ശ്യാമേടാ. എവിടെയാണ്? അളിയാ, ചെറിയൊരു പ്രോബ്ലം ഉണ്ടോ? അപ്പോ ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്നാലും ലൈൻ അടിച്ച് തുടങ്ങിയ ടൈമിൽ എന്തൊക്കെയായിരുന്നു. 10 മണിക്ക് എണീക്കുന്ന നീ രാവിലെ 7 മണിക്ക് അലാറം വെച്ച് എണീറ്റ് ഒരു മെസ്സേജ്. എന്ത്? ഗുഡ് മോർണിംഗ് ഡാ. നട്ടുച്ചയ്ക്ക് ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ഡാ. പാതിരാത്രിക്ക് ഒരു ഗുഡ് നൈറ്റ് ഡാ. ഇതൊക്കെ സഹിക്കാം. വെറുതെ ഇരിക്കുമ്പോ ഒരു മെസ്സേജ് ഐ മിസ് യുടാ പറഞ്ഞിട്ട് കാര്യമില്ല. ഉടനെ ഒരു റിപ്ലൈ ഐ സെയിം യുടാ. പോട്ടെ, ഇനി ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് പോയി ഗിഫ്റ്റ് വാങ്ങുന്നു, എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കൈമാറുന്നു. ഓക്കെ മൈ ബോയ്. ഓക്കെ, സീ യു ലേറ്റർ. സോറി, ഞാൻ ട്രിപ്പിൾസ് അടിക്കാറില്ല. നീ ഒന്നും കാണുന്നില്ലേ? ഇത് ഇതിനവിടെ പോയി. അപ്പൊ നിങ്ങൾ പുഞ്ചക്കരി എത്തി. ഈ ബാഗും കൈ തന്നിട്ട് മച്ചാൻ ഇത് എങ്ങോട്ട് പോയി? അവനിത് കൈ തന്ന ആരാ പറഞ്ഞ? ഞാനാ വിവേക. ഹോൾ ടിക്കറ്റ് ബാഗിലുണ്ടോന്ന് ചെക്ക് ചെയ്തേക്കണേ. ആള് കയറാനുണ്ട്.
ഓ സോറി. ഓക്കെ ഓക്കെ. ഹലോ, എടാ നീ കോളേജ് എത്തിയാ? എത്തി. അതെ, ഞാനേ ഇവിടെ സിറ്റിയിൽ ഒരു പേഴ്സണൽ കാര്യത്തിന് പേഴ്സണൽ ആവശ്യം എന്താണെന്നൊക്കെ മനസ്സിലായി. എടാ ശ്യാം എത്തിയോ? എങ്ങനെ മനസ്സിലായി? എടാ നിങ്ങളെ ഇന്നോ ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ ഞാൻ. എന്നാലും നീ അവനെ റോഡിൽ ഇറക്കിയിട്ടിട്ട് പോയതൊട്ട് ശരിയായില്ല. അത് ശരി, ഇപ്പൊ ഞാൻ ഇറക്കിയിട്ട് പോയോ? നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയല്ലേ? ആളിയാ, സത്യമായിട്ട് നീ എന്റെ പുറകെ ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. ആ ശരി ശരി ശരി. എടാ പെട്ടെന്ന് വരാൻ നോക്കാം. ഛേ, സമയത്ര അവനെ കാണുന്നില്ലല്ലോ. നീ അവനെ ഒന്ന് വിളിച്ചു പോകും. ടൈം 1 മണി ആവാറായി. അവൻ ഇനിയും ലേറ്റ് ആയാലും എങ്ങനെയാ? ആ റെയിൽവേ ക്രോസ് വരണ്ടെന്ന് പറഞ്ഞു. ആ ഡാ, നീ എവിടാ? ഞാൻ വരുന്ന വഴിയാ, സിറ്റി വിട്ടിട്ടില്ല. ഇനി എപ്പോ വരാനാ? എക്സാം തുടങ്ങാറായി. Take it easy, man. സർ. സർ, സാറ് വളരെ ഹാപ്പി ആയിട്ടൊക്കെയാണ് നടക്കുന്നത്. ഇങ്ങോട്ട് വായിരിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരുമോ? അവനിനി വരുമെന്ന് തോന്നുന്നില്ല. ഇവൻ എന്താ വരാത്തതെന്ന് സാറ് തീർച്ചയായും ചോദിക്കും. തൽക്കാലം അപ്പൂപ്പ മരിച്ചു എന്ന് പറയാം. ഇനി പറഞ്ഞിട്ടുണ്ടാവുമോ അവൻ? ഏയ്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പറയാം. സർ, മേ കമൻ സാർ?
അവസാനം വിളിച്ചപ്പോഴേ ഞാൻ റെയിൽവേ ക്രോസിൻ്റെ അവിടെ പെട്ടും പോയി. ഓ ഞാൻ ഓർത്ത് തീരും. പിന്നെ അവിടെ നിന്ന് ഒരുത്തൻ്റെ അടുത്ത് ഷോർട്ട് കട്ടും ചോദിച്ച് അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ ദേ ഫ്രണ്ടിൽ ഏതൊരുത്തം ബൈക്കിൽ നിന്നു. പിന്നെ അവനെയും ഓവർടേക്ക് ചെയ്ത് ഒരു വിധത്തിൽ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ആ ഫ്രണ്ടിലൊരു കാറ്, പാവം കാറ് എന്നെ ഇടിക്കാതിരിക്കാൻ വേണ്ടി എങ്ങോട്ടോ കൊണ്ട് വെട്ടിച്ച് അതെവിടെ വെച്ച് എന്നെ ഇടിച്ച്. ആൾക്കാർ കൂടി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വണ്ടി സ്ലോ ചെയ്യാനും നിന്നില്ല, ഞാൻ വഴി അങ്ങ് സ്കൂട്ടായി. പിന്നെ എങ്ങനെ ഞാൻ അടിച്ചു പൊളിച്ചൊക്കെ അങ്ങ് വന്ന്. ഓ അതൊക്കെ ഇരിക്കട്ടെ, നീ അവൾക്ക് എന്ത് ഗിഫ്റ്റാ വാങ്ങിയേ? ആ അതൊക്കെ ഞാൻ പറയാനടുത്ത് പറഞ്ഞോളാം. ഓക്കെ ടാറ്റാ, ബൈ ബൈ, സീ യു. എന്താ കാറൊക്കെ? ഓ ബർത്ത്ഡേ പാർട്ടിക്ക് ആൾക്കാർ വന്നിരിക്കും. അവള് പോയാ പോട്ടെടാ പോട്ടെ. അങ്ങ് പോട്ടെന്ന് വെച്ചില്ലെങ്കിലോ? ആരാ എന്താ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങളെല്ലാം കൂടെ എന്നെ തല്ലി ചതയ്ക്കുന്നേ? എന്താ സംഭവിച്ചെന്ന് നിനക്ക് അറിയണോ അല്ലടാ? അവൻ വലിയൊരു ഹീറോ വന്നിരിക്കുന്നു. അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി നിർത്താ പോയ നിന്നെ കണ്ടുപിടിക്കലോ വെച്ചാടാ നീ. ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരെന്ന് കരുതിയോടാ നീ? ഞാൻ അറിഞ്ഞോണ്ടല്ല. എന്തൊക്കെയായിരുന്നു കയ്യിൽ ടച്ച് ഫോണ്, കഴുത്തിൽ ഹെഡ്സെറ്റ്. കൊള്ളാം. നോ പ്ലേസ് ടു ഫാർ. കൊള്ളാം, അതെനിക്ക് മനസ്സിലായി. എന്തൊക്കെയായിരുന്നു മച്ചന്മാരെ പെർഫോമൻസ്. നിന്റെയൊക്കെ പെങ്ങളെന്നല്ലല്ലോടാ ഞാൻ വണ്ടി ഇടിച്ചിട്ടത്. നിരന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? കാര്യം സ്വപ്നമൊക്കെ തന്നെടേ. എന്നാലും ഒരു ചെറിയ ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങിക്കാനാണോടെ ഈ ബുക്കിലൊക്കെ ഉണ്ടാക്കിയത്. അതായത് ഈ സ്വപ്നത്തിലേ നീ രണ്ട് പയ്യന്മാരെ കാര്യം പറഞ്ഞല്ലോ, കോളേജിൽ നിന്റെ കൂടെ പരീക്ഷ എഴുതുന്ന അവന്മാരെ അവരെൻ്റെ പഴയ കമ്പനികളാണ്, അവരായിട്ട് ഞാൻ ഇപ്പോൾ കോണ്ടാക്ട് ഒന്നുമില്ല. അങ്ങനെ കൂട്ടുകാരെ അറിയാം, എക്സാം ഹാളിൽ നിന്ന് സാറിനെ അറിയാം. ഇതുവരെ അവളെ പറ്റി മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. നായിക ഇതവളല്ലേ? ആഹാ, സ്വപ്നത്തിൽ കണ്ടപ്പം കുറച്ചും കൂടെ കൊള്ളായിരുന്നല്ലോ. സ്വപ്നത്തിൽ കണ്ട പരിചയം പോലും കാണിക്കാതെ പോകുന്ന പോക്ക് നോക്ക്.
ഡേ ഇതാരാണ് ഈ വന്നിരിക്കണെന്ന് നോക്കിയാണ്. ആളിയാ എന്തിനെ കൊണ്ട് വിശേഷം? സുഖം തന്നെ. എന്തോന്നാണ് ഇത്? നിന്നെ തീറ്റി പോയിട്ട് എന്റെ അച്ഛന് വീട് വെച്ചെന്ന് പറഞ്ഞാൽ സത്യം തന്നെയല്ലേ? അങ്ങനെയൊക്കെ പോണടേ. അളിയ 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 ഞാൻ കണ്ട സ്വപ്നത്തെ പെൺകുട്ടിയില്ലേ, അത് വിളാന്നളിയാ. വാ തള്ളി ഇറക്കിക്കോളൂ. ഇല്ലടാ സത്യമായിട്ട്. നീ അന്ന് അവളെ കണ്ടപ്പോൾ ഇതല്ലേ പറഞ്ഞു? എന്തോന്ന് അവളെ പേര്? ശ്രീലക്ഷ്മിയോ സെൽവിയോ അങ്ങനെ എന്തല്ലേ പറഞ്ഞു? ഏതല്ല വുമൻസ് കോളേജ് പഠിക്കണ മറ്റേ ലെവലല്ലേ മെലിഞ്ഞിട്ട്. എന്തരടേ ഇവ ഇത് ഏത് പെണ്ണിനെ കണ്ടാലും ഇതല്ലേ പറഞ്ഞു? നീ അത് കളറായി. നീ ആ റേസിന് വന്ന അപ്പയ്യനെ, ആ ലിഫ്റ്റ് അടിക്കാൻ വന്ന അപ്പയ്യനെയും കൂടി കുറിച്ച് പറ. അതും കൂടി ആകുമ്പോൾ എല്ലാം തികയുമല്ലോ. ടേക്ക് ഇറ്റ് ഈസി മാൻ. സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരു നിമിഷം അവൻ മറ്റേ ഹീറോ വന്നിരിക്കും. അശ്രദ്ധമായി വണ്ടി ഓടിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി ഒരു സെക്കൻഡ് നിർത്താൻ പറ്റൂല. അതിനെ കണ്ടുപിടിച്ചല്ലോ. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ